നമസ്തേ, കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വടക്കൻ വീരഗാഥ പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. തച്ചോളി ഒതേനക്കുറുപ്പിനെ പറ്റി. ഒതേനക്കുറുപ്പ് ഇപ്പോൾ ചിണ്ടൻ നമ്പ്യാരെ അങ്ങ് തോൽപ്പിച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ വീരശൂര പരാക്രമിയായ തച്ചോളി മാണിക്യത്ത് ഒതേനക്കുറുപ്പ്, കൊച്ചുകുറുപ്പ്, ഇളയ കുറുപ്പ് എന്നൊക്കെ പേരും പ്രശസ്തിയായി. അതിനോടിടയ്ക്കാണെങ്കിൽ സാമൂതിരി രാജാവ് ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് ഒതേനൻ്റെ ആ ഉറുമി പ്രയോഗം ഒന്ന് പരീക്ഷിച്ചു. അതിലും ഒതേനൻ ജയിച്ചു. ആനയ്ക്കെടുക്കാൻ മാത്രം പൊന്നാ കൊണ്ടുവന്നേക്കണേ. അങ്ങനെ എല്ലാ വിധത്തിലും ഒതേനൻ്റെ പേരും പ്രശസ്തി അങ്ങ് നാടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിൽ തന്നെ ഏറ്റവും ഒതേനക്കുറുപ്പിന് ഏറ്റവും വിശ്വാസമുള്ള ദിവസവും നാട്ടിലുണ്ടെങ്കിൽ പോയി ഏറ്റവും തികഞ്ഞ ഭക്തനായിട്ട് ജീവിക്കുന്ന, ഏറ്റവും തികഞ്ഞ എളിമയോടെ ഭക്തൻ മാത്രമായിട്ട്, അമ്മയുടെ ഭക്തൻ മാത്രമായിട്ട് ജീവിക്കുന്ന കാവാണ് ലോകനാർ കാവ്. ആ ലോകനാർ കാവിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ കുളിച്ച് തൊഴുത്തിട്ട് ഒരു കാര്യമുള്ളൂ. ലോകനാർ കാവിനടുത്തായിട്ട് അവിടെ ഒരു കാവിൽ ചാത്തോട്ട് എന്ന് പറയുന്നൊരു വീടുണ്ട്. അപ്പോൾ ഒതേനക്കുറുപ്പിൻ്റെ പേരും പ്രശസ്തി നാട് മുഴുവൻ പരന്നൂലോ. അപ്പോൾ ആ കാവിൽ ചാത്തോത്ത് ഒരു ചീരുവമ്മയുണ്ട്. ആ ചീരുവമ്മയ്ക്ക് ഒരു മകളുണ്ട്. അതിസുന്ദരിയാണ് കേട്ടോ ആ കുട്ടി. നല്ല നല്ല സ്വഭാവമാണ്, സുശീലയുമാണ്. ധാരാളം തലമുടി, നല്ല നിറം, നല്ല അഴകൊത്ത ശരീരം, മാത്രമല്ല മിതഭാഷിയായിട്ടുള്ള കുട്ടി. എല്ലാം കൊണ്ട് ആരും മോഹിക്കുന്നൊരു പെൺകുട്ടി. 10-16 വയസ്സ്. ആ കുട്ടിയെ മോഹിക്കാൻ ഒരുപാട് യുവക്കന്മാരുണ്ട്. പല ദിക്കിൽ നിന്നും ആ കുട്ടിക്ക് അപ്പം കല്യാണാലോചനയും വന്നു. അപ്പോൾ ചീരുവമ്മോട് വന്ന് പറയും, മകളൊക്കെ പുടവ കൊടുക്കാൻ, ഞാൻ പുടവ കൊടുക്കട്ടെ എൻ്റെ. അപ്പം ചില കാരണവന്മാർ അവരുടെ മരുമക്കൾക്കായിട്ട് ആലോചിക്കും, എൻ്റെ മരുമകൻ ഇന്നാര് പുടവ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഈ കുട്ടിയുടെ പേര് കുഞ്ഞിക്കുങ്കി എന്നാണ് കേട്ടോ. കുഞ്ഞിക്കുങ്കിക്ക് പുടവ കൊടുക്കണമെന്ന് മോഹം പറയുമെന്ന് പറയും. അപ്പോൾ ഈ ചീരുവമ്മ വേഗം ചെന്നിട്ട് മകളോട്, അമ്മയും മകളും തന്നെ അല്ലേ ഉള്ളൂ, തങ്ങൾക്കൊരു ആൺതുണ വരികയാണെങ്കിൽ അതൊരു സുരക്ഷിതമാണല്ലോ, സംരക്ഷിക്കാൻ ഒരാളായില്ലോ എന്ന് കരുതി, മടി മോളെ കുഞ്ഞിക്കുങ്കി ഇങ്ങനെ ഒരു ആലോചന ഉണ്ടല്ലോ ഡി, നിനക്ക് പുടവ തരട്ടെ എന്നാൽ ചോദിക്കട്ടെ എൻ്റെ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിക്കുങ്കി പറയും, വേണ്ട അമ്മ വേണ്ട, എനിക്ക് അയാളെ വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞ കുങ്കി വേണ്ടെന്ന് പറഞ്ഞു. കുങ്കിക്ക് അവൾക്കിപ്പോൾ സമയമായിട്ടില്ല എന്ന് പറയും. അവൾക്കിപ്പോൾ വേണ്ടെന്നാണ് പറയണേ എന്നുള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ആ കുടുംബക്കാർക്ക് ഈ കുട്ടിയോടൊരു വൈരാഗ്യ നല്ല ഈ കുട്ടിയെ പറ്റിയിട്ട് അങ്ങോട്ട് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കിയെങ്കിൽ എങ്ങനെ അപവാദം പറയണേന്നറിയാമോ? കാവിൽ ചത്തോത്ത ചീരുവമ്മളെ മോള് കുഞ്ഞിക്കുങ്കി എന്തിനു കൊള്ളാം, എന്നെ കാണണ്ട കോല എന്നിങ്ങനെ അതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, കുഞ്ഞിക്കുങ്കിയുടെ സൗന്ദര്യത്തെപ്പറ്റി ദുഷ്പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. ഇങ്ങനെ പല ആൾക്കാരും ആലോചന വരും, ഒന്നും വേണ്ട എന്ന് കുങ്കി ഇങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുക ചീരുവമ്മയ്ക്ക് അങ്ങോട്ട് സങ്കടമായി തുടങ്ങി. ഈ വരണ ആലോചന മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ തട്ടി മാറ്റിയ ഇനിയിപ്പോൾ ഏത് രാജകുമാരനാണാവോ തൻ്റെ മകൾക്ക് പുടവ തരാൻ വരണേ എന്നിങ്ങനെ വിചാരിച്ചു. ഒരു ദിവസം നല്ല നേരം നോക്കി കുഞ്ഞിക്കുങ്കിയോട് ചീരുവമ്മ ചോദിച്ചു, അതെന്താ മോളെ നീ ആരും പുടവ തരണത് മേടിക്കില്ല എന്ന്, വിവാഹ ജീവിതം വേണ്ടേ നിനക്ക്, കുടുംബജീവിതം വേണ്ടേ നിനക്ക്, എന്താ ഇങ്ങനെ തടസ്സം പറയണേ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിക്കുങ്കി തൻ്റെ ഉള്ളിലുള്ള മോഹം അങ്ങ് പറഞ്ഞു. എന്താണെന്നോ മോഹം? എൻ്റെ അമ്മേ, ഞാനുള്ള കാര്യം പറയാം. ഇപ്പം എല്ലാ പെൺകുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കണത് തച്ചോളി മാണിക്യത്തെ ഇളയ കുറുപ്പിൻ്റെ സൗന്ദര്യവും ഇളയ കുറുപ്പിൻ്റെ വീരസാഹസ പ്രവർത്തികളും ആ ധീരദേശാഭിമാനിയുടെ കാര്യങ്ങൾ മാത്രമേ പറയണേ. നാട്ടിലെ വർത്തമാനം തന്നെ പദം. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും എനിക്കൊരു മോഹം, എനിക്കൊരാൾ പുടവ തരുന്നുണ്ടെങ്കിൽ അത് തച്ചോളി മാണിക്യത്തെ ഇളയ കുറുപ്പ് ഒതേനക്കുറുപ്പ് മതി. ചീരുവമ്മ ഞെട്ടിപ്പോയി. ഒതേനക്കുറുപ്പ് എവിടെ? തൻ്റെ മകളെവിടെ?
സാധിക്കുമോ തൻ്റെ മോളുടെ മോഹം എന്ന് വിചാരിച്ചൊന്ന് വിഷമിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചീരുമ്മയ്ക്ക് ഒരു അഭിമാനം തോന്നി. എൻ്റെ മോള് മോഹിക്കണം നല്ലൊരു പടകുറുപ്പിനെയാണ്, ഇന്ദ്രനെ പോലെയുള്ള കൊച്ചുകുറുപ്പിനെയല്ലേ അവൾക്ക് സ്നേഹം തോന്നിയിരിക്കണേ. ഏതായാലും മാണിക്കൂത്ത് പോയി കോമപ്പക്കുറുപ്പിനെ എനിക്ക് പരിചയമുണ്ട്, ഭവനും അറിയാം, മാണിക്കൂത്ത് ഭവനും അറിയാം. എന്തായാലും പോയി ഒന്ന് കാണുക. ചേട്ടൻ ഒതേനക്കുറുപ്പിൻ്റെ ചേട്ടൻ കോമപ്പക്കുറുപ്പിനെ കണ്ട് വിവാഹകാരി ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. അങ്ങനെ ചീരു അമ്മ ഒരു ദിവസം തച്ചോളി മാണിക്കൂത്ത് ചെന്നപ്പോൾ ഒതേനൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒതേനൻ്റെ പേരും പ്രശസ്തി കുഞ്ഞിക്കുങ്കി അറിയാം, കോമപ്പക്കുറുപ്പിനെ അറിയുകയും ചെയ്യാം, നല്ല കുട്ടിയാണല്ലോ, അതുകൊണ്ടാണല്ലോ. പക്ഷെ ഓതേനോട് ചോദിക്കാതെ കണ്ട് നാട്ടു നടപ്പനുസരിച്ച് ആലോചിച്ച് വന്നേക്കുന്നതാണ് എങ്ങനെയാണ് താൻ സമ്മതം പറയണേ. അത് ശരിയല്ല, കാലങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആരാണോ വിവാഹം ചെന്നിച്ചാൽ ഓതേന അറിഞ്ഞിട്ട് മതി, അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ ആവണേന് ഒരു വിരോധമില്ല എനിക്ക് എന്ന് കരുതി. ഓതേന ഇവിടെ ഇല്ലല്ലോ, അവൻ വരുമ്പോൾ ഞാൻ പറയാട്ടോ ചീരുവമ്മേ എന്ന് പറഞ്ഞ് ചീരുവമ്മയെ പറഞ്ഞേച്ചു. ചീരുവമ്മയ്ക്ക് അത് മനസ്സിലായി, ശരിയാണ്. ഓതേനോടൊന്ന് ചോദിച്ചു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവാലോ, തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ചീരുവമ്മ തച്ചോളി മാണിക്യത്തേക്ക് ചെന്നു. അപ്പം മാണിക്യത്തേക്ക് ചെന്നപ്പോൾ ചീരുവമ്മയും കോമപ്പക്കുറുവും ഇങ്ങനെ ഈ മകളുടെ കാര്യമാണ് പറയണത്, തനിക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയൊക്കെയാണ് എന്നുള്ള ഇത് അകത്ത് ഉള്ള ഒതേനക്കുറുപ്പിന് മനസ്സിലായി. അപ്പോൾ ഒതേനക്കുറുപ്പ് ഈ ആൾക്കാർ ഈ കുട്ടിയെപ്പറ്റി പറയണ ദുഷ്പ്രചരണ കേട്ടേക്കണത്, ഈ കുഞ്ഞു കുങ്കിയെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം അത് മനസ്സിൽ വച്ചോണ്ട് ചീരുവമ്മ ഇവിടെ വന്ന് ചേട്ടനോട് പറയണ കേട്ടപ്പോൾ ഓതേനൻ അവിടെ നിന്ന് ചാപ്പനോടായിട്ടുണ്ട് വിളിച്ചു പറഞ്ഞു. ചീരുവമ്മ കേൾക്കത്തക്ക വിധത്തിൽ എന്താ പറഞ്ഞെന്നറിയാമോ? ഓ ചാപ്പ, ഒരു പെൺകുട്ടിയുണ്ട് ലോകനാർകാവിൻ്റെ അടുത്ത് കാവിലും ചാത്തോത്ത ചീരുവമ്മയുടെ മകളായിട്ട്, കുഞ്ഞിക്കുങ്കിന്ന് അത്ര പേര്, നീ കണ്ടിട്ടുണ്ടോ? കറുകറുത്തൊരു പെണ്ണ്, കാവിലും ചാത്തോത്ത കുങ്കിയമ്മ, കറുകറുത്തൊരു പെണ്ണാണ്. ചക്കച്ചോളപ്പല്ലും പേന്തലയും, അവൾക്ക് ചക്കച്ചോള പോലെ അത്ര അവളുടെ പല്ല്, അവളുടെ തല മുഴുവൻ പേന്തല അത്ര. ആ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഈ മാതിരി പെണ്ണുങ്ങൾ നാട്ടിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട പെണ്ണുങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ ചാപ്പാനോടായിട്ടന്ന് പറഞ്ഞു. ഇതിപ്പുറത്തിരുന്ന് ചീരുവമ്മ കേൾക്കില്ല, തൻ്റെ മകളെ പറ്റിയിട്ടാണ് ഉദയനക്കുറുപ്പ് ഈ ആക്ഷേപം പറയണേ, അപമാനം പറയണേ. ചീരുവമ്മക്ക് വല്ലാതെ കണ്ട അപമാനമായി പോയില്ലേ. ചീരുവമ്മ തിരിച്ചു പോന്നു. ഈ കറുകറുത്ത പെണ്ണാണെന്ന് പറഞ്ഞു, അവൾക്ക് ചക്കച്ചോളപ്പല്ലാണെന്ന് പറഞ്ഞു, ഒരു തുമ്പും തുയിലും ഇല്ലാത്ത പെണ്ണാണ്. തുമ്പും തുയിലും ഇല്ലാത്ത പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ, മന്ന ബുദ്ധിയാണെന്ന് പറയണത്. തൻ്റെ മകൾ കുങ്കിയെ പറ്റിയിട്ട് ഉദയനക്കുറുപ്പ് കൂട്ടുകാരൻ ചാപ്പാനോട് താൻ കേൾക്കെ വിളിച്ച് പറയുക, തുമ്പും തുയിലും ഇല്ലാത്ത പെണ്ണ്, കാവിലും ചാത്തോത്ത് കുങ്കിയമ്മ. ഇനി അപമാനിതയായ ചീരുവമ്മ തിരിച്ചു വന്നു. ദൃഢമായൊരു പ്രതിജ്ഞ എടുത്തു. എന്താണെന്നറിയാമോ പ്രതിജ്ഞ? ഞാനൊരു ചിരട്ടയും പിടിച്ച് 4 ആൾക്കാരുടെ കൂടെ ഇടയിൽ കൂടെ തെണ്ടി നടന്നു ഞാനും അമ്മയും മോളും ജീവിച്ചാലും ശരി, എൻ്റെ മോളെ ഇനി ഉദയനക്കുറുപ്പിനെ കാണാൻ കിട്ടില്ല, ആരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താലും കിട്ടില്ല, ഉദയനക്കുറുപ്പിന് കൊടുക്കില്ല എന്ന് ചീരുവമ്മ അങ്ങോട്ട് തീരുമാനിച്ചു. വേഗം അങ്ങോട്ട് കുളിക്കാൻ വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് അങ്ങനെ കഴിഞ്ഞ് 2 കൂട്ടരും തമ്മിൽ പിന്നെ ഒരനക്കമില്ല, യാതൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചാപ്പനോദയനക്കുറുപ്പും കൂടി ഇങ്ങനെ നാടോട്ടേക്ക് നടക്കുകയല്ലേ, പല രീതിയിലേക്കും നടക്കണ കൂട്ടത്തിൽ ഒരു ദിവസം കാലത്ത് തന്നെ കുളിക്കാനായിട്ട് കുളിച്ച് തൊഴാനായിട്ട് അന്ന് എണീക്കാനൊക്കെ ഇത്തിരി വൈകി. എന്നിട്ട് ചാപ്പനെയും കൂട്ടി അങ്ങോട്ട് പോയി. അപ്പം ലോകനാർകാവിൻ്റെ അമ്പലക്കുളത്തിലാണ് അന്ന് കുളി. ആണുങ്ങൾക്ക് വേറെ കടവ്, പെണ്ണുങ്ങൾക്ക് വേറെ കടവ്, ബ്രാഹ്മണർക്ക് പിന്നൊരു കടവ്, അങ്ങനെയൊക്കെയാണ് കുളത്തിൻ്റെ ഒരു രീതി, കുളപ്പരയുടെയൊക്കെ രീതി.
അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ തോഴിമാരോട് കൂടിയിട്ട് ഒരു സ്ത്രീ കുളിക്കാനായിട്ട് വരണമുണ്ട്. തോഴിമാരെ കുളിച്ച് കഴിഞ്ഞാൽ ഈറം മാറാനുള്ള വസ്ത്രം, തേക്കാനുള്ള താളി എടുപ്പിച്ച് വാകപ്പൊടി, മേത്ത് തേക്കാവുന്ന സോപ്പ്, ചന്ദ്രിക സോപ്പൊന്നുമില്ല, വാകപ്പൊടി, ഇഞ്ച, എണ്ണയൊക്കെ തേക്കാൻ എണ്ണ, തലയിൽ കുളിപ്പരയിൽ വന്നിട്ടാണ് എണ്ണ തേക്കുക, പാത്രത്തിൽ എണ്ണയും താളിയും ഇഞ്ചയും ഒക്കെ ആയിട്ട് വരണം. 2-3 കൂട്ടുകാരി തോഴികളായിട്ടുള്ള സഖികളായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അതേനെ കൊണ്ട് ഒരു പെൺകുട്ടി കുളിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരുന്നുണ്ട്, വലിയ രാജകുമാരിയെ പോലെ ഇരിക്കാനുള്ള പറഞ്ഞ തരക്കേടില്ല. അപ്പോൾ ചാപ്പനോട് ചോദിച്ചു, ചാപ്പ അതാരാ ഈ വരണേ? ചാപ്പൻ വന്നിട്ട് പറഞ്ഞു, അതോ പറ്റിയ പാർട്ടിയ, പണ്ടൊരിക്കൽ നമ്മുടെ അവിടെ കല്യാണാലോചനയ്ക്ക് വന്നില്ലേ കാവിലും ചാത്തൊക്കെ ചീരുവമ്മ, മോളായ കുഞ്ഞിയാണ് വരണേ, കുളിക്കാൻ വരണ വരവാണെന്ന്. അപ്പോൾ ഉദയനന് അയ്യോ തനിക്ക് പറ്റിയ അബദ്ധം അപ്പോഴാണ് മനസ്സിലായത്. എന്താ അബദ്ധം? ഈ പെൺകുട്ടിയാണ് തമ്മനെ കറുത്തൊരു കുഞ്ഞി ചക്കച്ചോള പല്ലും പേന്തലയും തുമ്പും തുയിലും ഇല്ലാത്ത പെണ്ണ് എന്നൊക്കെ ചാപ്പാനോട് അന്ന് ചീരുവമ്മ കേക്കെ പറഞ്ഞത് ഈ പെണ്ണിനെ പറ്റിയാ. അപ്പം ഉദയനന് പറ്റിയില്ലോ അബദ്ധം. ഇനിയിപ്പം എന്താ ചെയ്യുക? ഇത് നല്ല പെൺകുട്ടി അറിയാണ്ട് മറ്റു പലരും പറയണ കേട്ട് താനങ്ങ് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. നോക്കാം, സൂത്രം എന്തെങ്കിലും പ്രയോഗിക്കാം. ഉടനെ ചെന്നിട്ട് പറഞ്ഞു, അടുത്ത് നിൽക്കുന്നു വേറെ ഒരാളോട് പറഞ്ഞു, ആ പെൺകുട്ടി താളിയും കൊണ്ടാണ് വരണത്. അപ്പം താളി ഇല്ലാത്തവർക്ക് ഇത്തിരി താളി ചോദിച്ചാൽ തരുവാത്തവർക്ക് സാമാന്യം വരിക, സോപ്പില്ലാത്തവർ മറ്റവരുടെ സോപ്പ് എടുക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞു. കുറച്ച് താളി തരാൻ പറയും എന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായ ഞാൻ തച്ചോളി മാണിക്കൊക്കെ ഉദയനൊക്കെ മനസ്സിലായി. എന്നാൽ പോയി കുറച്ച് താളി തരാൻ പറയും കുങ്കിയോട്. അയാൾ ഉദയനെ കുറുമ്പിനെ പേടിച്ചിട്ട് വേഗം കുങ്കിയമ്മേ ഒരപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? പറഞ്ഞു, കുറച്ച് താളി വേണം. താളിയോ? ആർക്കാ എന്ന് ചോദിച്ചു. ഉദയനക്കുറുപ്പിന്. ഏതോദയനൻ? ഉടനെ ഉദയനനെ തോഴിമാർ പറഞ്ഞിട്ട് മനസ്സിലായി. ഇവർ കുശു പറയുന്നുണ്ട്, ഏതാണ്ടിനും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ കുങ്കി തോഴിമാരും പറഞ്ഞ് ഉറപ്പിച്ചു. ഏതോദയനൻ? അറിയാത്തയും കേൾക്കാത്തയും പോലെ ഏതോദയനൻ എന്ന് ചോദിച്ച് ചെരിഞ്ഞൊരു നോട്ടം നോക്കി. തച്ചോളി മാണിക്കത്തെ ഉദയനൻ അപ്പോൾ പറഞ്ഞു, ഞാനാണ് ഉദയനൻ, തച്ചോളി മാണിക്കത്തെ കുഞ്ഞുദയനൻ. അപ്പം ചീരുവമ്മ കേട്ടേത്താ പിന്നെ തൻ്റെ അമ്മയെ അപമാനിച്ച് വിട്ടതാ, അതിന് പകരം വേണ്ടി ഇഞ്ചയും താളിയൊക്കെ വേണമെങ്കിൽ വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ ചുമന്നുകൊണ്ട് വരാൻ പറയും. അതാ വേണ്ട, അല്ലാണ്ട് വഴി കാണുന്നവരോട് ചോദിക്കണത് അത്ര ഭംഗിയും മര്യാദയല്ല എന്നങ്ങോട്ട് പറഞ്ഞു. ഉടനെ തന്നെ ഈ താളി ഞാൻ കൊണ്ടുവന്ന ഈ താളി എൻ്റെ ആവശ്യത്തിനേ ഉള്ളൂ. ഇതിൽ നിന്നിപ്പോൾ വഴി നീളങ്ങനെ താളി വേണമെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും എടുപ്പിച്ചുകൊണ്ട് വരികയാണ് നല്ലത്. ഇതെൻ്റെ ആവശ്യത്തിനുള്ള താളിയുള്ളൂ എന്ന് താളി കൊടുത്തില്ല. ഓത്തേനപ്പം മനസ്സിൽ കുറിച്ചിട്ടു, വൈരാഗ്യം വച്ചാൽ പറ്റുമോ? ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം, ഇതിനെ നാളം കടത്തി അപമാനിച്ചതാ, അറിയാണ്ട് പറ്റിയൊരബദ്ധ, അതിനൊരു പരിഹാരം കാണുക തന്നെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉദയനക്കുറുപ്പ് ഇപ്പുറത്തെ കടവിൽ ഇറങ്ങി ചാപ്പന് മൂടി കുളിച്ച് മാണിക്കത്തേക്കും പോയി. കുഞ്ഞിക്കൂങ്കി അപ്പുറ കടവിൽ താളിയൊക്കെ തേച്ച് എണ്ണ തേച്ച് താളി തേച്ച് എണ്ണയും താളിയൊക്കെ കൊണ്ടുവന്ന് തൊടുത്ത് വസ്ത്രം മാറി കുളിച്ച് അതിൻ്റെ പാട്ടിലും പോയി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഉദയനക്കുറുപ്പ് ആരാണെന്ന് എങ്ങനെയാണെന്നും കണ്ടു കുഞ്ഞിക്കൂങ്കി ആരാണെന്നും കുഞ്ഞിക്കൂങ്കിയുടെ സൗന്ദര്യം എന്താണെന്നും എങ്ങനെയാണ് ആകാരം എന്നും ഉദയനക്കുറുപ്പും കണ്ടു. പക്ഷേ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിച്ചിരിക്കുക. പിന്നെ കല്യാണം നടക്കുമോ? കുടുംബക്കാർ തമ്മിൽ ഇങ്ങനെ കാരണവന്മാർ തമ്മിലൊരു പ്രശ്നത്തിലായി കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കട്ടെ അവിടെ
രണ്ട്, ഇന്നത്തെ കഥ ഞമ്മടെ നിർത്തുക. കല്യാണമൊക്കെ നമുക്ക് ആലോചിക്കാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.